എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷ ഹോർമോൺ ഇരട്ടിയാകാൻ ഇങ്ങനെ കിടന്നാൽ മതിയെന്ന് പുതിയ പഠനം. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ എന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറഞ്ഞാൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ് പുരുഷന്മാർക്ക് നേരിടേണ്ടി വരുന്നത്. അതെ, ഒന്നിനും ഉന്മേഷമില്ലായ്മ, ഒരു ജോലിയും ചെയ്യാനുള്ള കഴിവില്ലായ്മ, സ്ട്രെസ്, ടെൻഷൻ എന്നിങ്ങനെ നീണ്ടുപോകും. എപ്പോഴും ഉന്മേഷക്കുറവായിരിക്കും പുരുഷന്മാരിൽ ഉണ്ടാകുക. ഇത് അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ തോത് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തോത് കുറയുന്നത്? പലവിധ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. പ്രത്യേകിച്ച് എന്തെങ്കിലും മെഡിസിൻസ്, സ്ഥിരമായി കഴിക്കുന്ന മറ്റെന്തെങ്കിലും മെഡിസിൻസ് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ പ്രായാധികം കൊണ്ടും സംഭവിക്കാം. അതുപോലെ തന്നെ മറ്റു ചിലർക്ക് മറ്റെന്തെങ്കിലും ടെൻഷനുകളോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള സ്ട്രെസ്സുകൾ ലൈഫിൽ ഉണ്ടാകുന്നത് കൊണ്ട് സംഭവിക്കാം. എന്നാൽ യുവാക്കളിൽ പ്രത്യേകിച്ച് 20 മുതൽ 45 വയസ്സ് വരെ ഇടയിലുള്ള പ്രായത്തിലുള്ളവർക്ക് കൂടുതലായി ഇങ്ങനെ സംഭവിക്കുന്നത് ഉറക്കക്കുറവ് കൊണ്ട് മാത്രമാണ്. അതെ, ഉറക്കക്കുറവ് കൊണ്ട് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് ഗണ്യമായി കുറയുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഒരു പുരുഷന് ഏകദേശം 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. തീർച്ചയായും ഒരു പുരുഷൻ 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം, എങ്കിൽ ശരിയായ ലെവലിലുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് അവിടെ സംഭവിക്കുകയുള്ളൂ. എന്നാൽ 5 മണിക്കൂർ ഉറങ്ങുന്നതും അതുപോലെ 6 മണിക്കൂർ ഉറങ്ങുന്നതുമായ പുരുഷന്മാരിൽ സ്റ്റഡീസ് നടത്തിയവർ കാര്യമായിട്ടുള്ള ബീജങ്ങളുടെ ഉൽപ്പാദനം നടക്കുന്നില്ലെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ദിവസം 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. 10 മണിക്ക് ഉറങ്ങി രാവിലെ കാലത്ത് നിങ്ങൾക്ക് 6 മണിക്ക് എണീക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടുതലായും സംഭവിക്കുന്ന സമയമെന്ന് പറയുന്നത് രാവിലെ 10 മണിയുടെയും അതുപോലെ തന്നെ 6 മണിയുടെയും ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്തും കൂടുതലായി പുരുഷന്മാരൊന്ന് ഉറങ്ങി എണീക്കുന്നതും അവരുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടുതലായി കൂടുന്നതായിരിക്കും. അതുകൊണ്ട് ഉറക്കം കൂടുതലും പുരുഷന്മാർക്ക് വേണ്ടതാണെന്ന് മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് ദിവസവും നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് പുരുഷന്മാർക്ക് ആവശ്യമാണ്. ഉറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം പാസ്സാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ മറ്റൊരു ശല്യങ്ങളും ഇല്ലാത്തൊരു അന്തരീക്ഷം ഒരുക്കുക. അതുപോലെ തന്നെ നല്ലൊരു റൂമിലൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുക. ചിലർക്ക് മങ്ങിയ വെളിച്ചമായിരിക്കും ഇഷ്ടം, അത് അവരുടെ ഇഷ്ടത്തിനൊത്താക്കാം. അതുപോലെ മദ്യപാനം, പുകവലി ഇവയൊന്നും രാത്രിയിൽ പാടില്ല. അതുപോലെ ഉറങ്ങാൻ നേരം ചായ, കാപ്പി എന്നിവ കുടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.